ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ജോളോ ചിപ്സ് ചാലഞ്ച്. കുറേ പേര് പറയണത് ഇത് കഴിച്ചാൽ വയറ് കത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വീട്ടിൽ. പക്ഷെ നമുക്ക് ആ ഒരു പ്രശ്നമൊന്നുമില്ല, നമ്മൾ എരിവ് കഴിക്കുന്ന ആളാണ്, എത്ര എരിവ് വേണമെങ്കിൽ കഴിക്കും. പിന്നെ ചാലഞ്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ, കാരണം വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് പേടി അത്ര. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിച്ചു നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറേ പേര് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ, അപ്പോൾ നമുക്കും ചെയ്യാനൊരു ആഗ്രഹം, ചെയ്തു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ ജോളോ ചിപ്സ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് എന്താ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടാ. അവരൊക്കെ നോക്കാതിരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് അസ്ഥിക്കൂടോ? എന്താ ചിപ്സ് ഒക്കെ ഒട്ടിയിരിക്കുകയും ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇത് ലാസ്റ്റ് ചിപ്സ് എന്നാട്ടോ പറയണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഷോർട്ട് ടൈം ലോസ് ഓഫ് സ്പീച്ച്, കുറച്ചു നേരത്തിന് സംസാരിക്കാൻ പറ്റില്ല അത്ര. മൗത്ത് ഓൺ ഫയർ, വായിന് തീ വരും അത്ര. പിന്നെ ഇംപെയർഡ് വിഷൻ ഫ്രം ടീയേഴ്സ്, കണ്ണിന്ന് വെള്ളം വരും, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്നത് RIP എന്നാ, റെസ്റ്റ് ഇൻ പീസ്. നോക്കാം എന്താ ലെവല്. ഇത് നല്ല എരിവുള്ള ചിപ്സ് എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വേൾഡിലെ ഏറ്റവും എരിവ് കൂടിയ മുളകാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അതാണ് മെയ്ഡ് വിത്ത് കരോലിന റേപ്പർ പെപ്പർ. ഇതാ ഈ സാധനം കണ്ട, അസ്ഥികൂടത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കണ്ട. ഈ മുളകാണ് കേട്ടോ ഉപയോഗിക്കണത്. ക്യാൻ യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്സ്? അതെ, ഇവരൊക്കെ കാണാൻ വേണ്ടി ഇരിക്കട്ടാ, കഴിച്ചിട്ട് എന്താ റിയാക്ഷൻ. അണ്ട ലാസ്റ്റ് ചിപ്സ് അത്ര അല്ലല്ല, ഇനി ലാസ്റ്റ് വേർഡ്സ് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? കാരണം ഇത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അത്ര. കഴിച്ചു നോക്കാലോ, കഴിച്ചു നോക്കാൻ. പിന്നെ ഇത് തൊട്ട് കഴിഞ്ഞാലേ വേറെ എവിടെയാ കയ്യില് എവിടെയും തൊടാൻ പാടില്ല, അങ്ങനെയാണ് പറയണത്. എന്താ വെറും പൊന്നോ, എന്താ കരിഞ്ഞിരിക്കേ, എന്തൊരു സ്മെല്ല്. ടേസ്റ്റ് നോക്കല്ലേ പറഞ്ഞ. കണ്ടതാ ചിപ്സ് കണ്ട, ഇതില് മുളക് കൊണ്ടേ ഇവര് പൊത്തി വെച്ചിരിക്കുന്നു കണ്ട. അപ്പൊ ഗൈസ് ഇതാ കഴിക്കാൻ പോകട്ടോ. അതൊരു കുത്തല് മണുണ്ട് റോ മുളകിന്റെ. അപ്പൊ അത് പൊട്ടിച്ച് കഴിക്കാം. ഇതൊന്നങ്ങനെ വായിൽ ചിലപ്പോഴേ കൊള്ളില്ല. കണ്ടാ, ഈ ഭാഗം കഴിച്ചു നോക്കാം. അപ്പൊ കഴിക്കാണ് കേട്ടോ. അതാ നല്ല ഇതില്ലേ, നല്ല തലക്ക് കയറിയില്ലേ. ഏത് എന്ത് വെച്ചിരമണ കുഴപ്പമൊന്നുമില്ല, അടുത്ത് പോയി കാണാം. എന്താണ്
എരിവുണ്ട്, സംഭവം എരിവുണ്ട്. അല്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്താ പുലി പോലെ ഇരിക്കുന്നതാണല്ലോ. കണ്ണൊക്കെ ചോർന്ന് സ്പൂണൊക്കെ തല്ലി പിടിക്കുന്നു. ഫ്ലാഷ് ബാക്ക്. ഇന്ന് ആമസോണിൽ നിന്ന് ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. ചോള ചിപ്സ് അല്ലേ എങ്ങനെ കഴിക്കണത്? എരിയില്ലേ എനിക്ക്? ഞാനത് കഴിച്ചിട്ട് സ്റ്റഡി ആയിട്ടിരിക്കും. സ്റ്റഡി ആയിട്ടിരിക്കും. ഉറപ്പാണോ? ഒന്നാവില്ല, ഒന്നുകൂടി പറയുന്നത്. ഒന്നാവില്ല, അപ്പൊ കുത്തി പറ. ഒന്നാവില്ല. എങ്ങനെ ഇരിക്കും കഴിച്ചു കഴിഞ്ഞാ? അങ്ങനെ ഇരിക്കും, പുല്ല് പോലെ ഇരിക്കും. ഉറപ്പാണല്ലേ? ഉറപ്പാ. നമുക്ക് വഴിയെ നമ്മളൊക്കെ എരിവ് കഴിക്കണവരാ. ഒന്നാവില്ല. എരിവുണ്ട്. അത് എരിവ് കാരണം അത് വരില്ല. കേൾക്കണം. അനുസരണക്കേട് കാണിച്ച് എങ്ങനെ തന്നെ ഉണ്ട് സംഭവം. കഴിച്ചിട്ടേ കുറച്ച് കഴിഞ്ഞിട്ടാണ് എരിവ് അറിയട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ കേറേണ്ടി വരും. ആ പൊടി തന്നെ കഴിച്ചു കഴിഞ്ഞാ നേരത്തെ പൊടി തന്നെ കഴിച്ചാൽ നല്ല കറിണ്ടാവും കറിക്ക്. വേർത്തു. നമ്മള് ഫാൻ ഇടാത്തോണ്ടല്ലേ. ഫാൻ ഇട്. ഞങ്ങളൊക്കെ വീശു. ഇപ്പഴാ കേറുന്നിട്ടാ. ഒന്ന് എണീറ്റ് ഓട്ട് ശരിയാവും. ആ എന്ത്? ഇനി അതും കൂടി കഴിക്കണ്ടോ? ഏത്? അതെങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? ഇല്ലേ കഴിക്കും. ചാലഞ്ചാണ് വെള്ളം കുടിക്കാതിരിക്കുക. ചെവിയാണേ പുളിയാണത്. എരിവ് എന്ന് പറഞ്ഞ എങ്ങനെയാന്ന് അറിയോ? താങ്ങാൻ പറ്റണ കാട്ടിയുള്ള എരിവ്. ഇവിടെ ഒക്കെ ഉണ്ട് എരിവ്. എടുത്ത് കുടിച്ചോ മാംഗോ ജ്യൂസ്. കഴിച്ചോ? നേരത്തെ പൊടി കുറച്ചെടുത്ത് അല്ല കുറച്ച് ഞാൻ എടുത്ത പോലെ എടുത്താൽ മതി. ഫാൻ ഓഫ്. അയ്യോ അതൊക്കെ അറിയണോ? കുറച്ച് കഴിഞ്ഞിട്ട് എരിവ് അറിയാം. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ. എത്ര നേരം പിടിച്ചിട്ടോ? കേൾക്കുന്നില്ലല്ലേ? കുടിക്കുമ്പോ കുറച്ചതുണ്ട്, അത് കഴിഞ്ഞിട്ട് കയറുന്നുണ്ട്. ഓ ഇത്ര വലിയ പീസ ഇട്ടതേ. പിന്നെ എങ്ങനെ കേറാതിരിക്കാനാ? ചെറിയ പീസും കൂടി ഉണ്ട്, അത് കഴിക്കില്ല. ഇത്ര പോന്ന പീസ് കഴിച്ചിട്ടാണ് ഈ അംഗം കഴിച്ചപ്പോ ഇവിടെ കിടന്ന് ഉരുങ്ങിട്ടുണ്ടാവും. അവന്റെ നോട്ടം നോക്ക്. കുടിച്ചിട്ട് എരിവ് പോണില്ല കേട്ടോ. എന്താ ദ്രോക്കുട്ടാ അച്ഛൻ എന്താ ചെയ്യുന്നു? എരിവ് പോണില്ല. എന്നാ തൈരെടുത്തോട്ടോ. അച്ചൂര് കൊടുക്കണം. ഇത്ര കഴിക്കട്ടോ. അനിയത്തി ചെറിയ പൊട്ട് കഴിക്കുകയാണ്. അവൾക്ക് കൊതിയാവും തോന്നുന്നു ഞാൻ കഴിച്ചിട്ട്. ഇതൊക്കെ ഒരു കൊതി. എരിവില്ലല്ലോ.
വെയിറ്റ് ചെയ്യേ പിന്നെ അതാ ഞാൻ മസാല ഉള്ളതാണ് ഞാനാ കഴിച്ചത്. അവിടെ മസാല ഉള്ളത് അയ്യോ മിമിക്രിക്കാരനാ പേപ്പട്ടി അനുകരിക്കുക. മെല്ലെ തെരുവ് കയറണേ. കഴിക്കട്ടെ, അച്ഛൻ കഴിക്കട്ടെ. അച്ഛൻ കഴിക്കാണ്. ഫാൻ ഓഫ് ആക്കി മതി. എരിവില്ലേ? അച്ഛൻ മസാല ഉള്ള ഭാഗം കഴിച്ചു. അച്ഛൻ മസാല ഉള്ള ഭാഗം കഴിച്ച്. അയ്യോ വെള്ളം കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര നേരം പിടിച്ചു നിൽക്കും നോക്കാട്ടെ ജ്യോതി. വെള്ളം കുടിക്കരുതേ. വെള്ളം കുടിക്കാനല്ലോ. എരിവൊന്നുമില്ല അല്ലല്ലോ. അയ്യോ കണ്ണൊക്കെ തിരിയ. കണ്ണൊക്കെ ഇതിന്റെ നാക്ക് ഇങ്ങനെ ആക്കുന്നു. അതിലത് കഴിക്കും. അത് അത് കഴിക്കും. കഴിച്ച അതും കഴിച്ചോ? ഏണ്ട് ആടായിരുന്നു ഇങ്ങനെ. ഇതെങ്ങനെയാന്നറിയോ? അപ്പൊ തന്നെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ കണ്ണൊക്കെ കണ്ണി തൊടല്ലേ വലിയ വിഷം കഴിച്ചു. അപ്പൊ എരിവ് കൂട്ടാത്ത എന്ത് കണ്ണെന്നൊക്കെ വെള്ളം കഴിക്കുമ്പ തിന്ന് നോക്കരുത്. കഴിച്ചു നോക്ക്. ഇത് പൊടിയാ കിട്ടുന്ന പോലെയൊക്കെ പറ്റില്ലെങ്കിൽ ജ്യൂസ് എടുത്ത് കുടിച്ചോ. ചെവിക്ക് കിട്ടുന്നില്ലേ? എനിക്ക് ചെവിക്കല്ല, എനിക്ക് കണ്ണിനെ കിട്ടിയത്. എനിക്ക് ചെവിക്കാ കിട്ടി. കഴിക്കട്ടെ, കയ്യ് കണ്ണിലൊന്നും നോക്കണ്ട. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട് അതിന്റെ എരിവിന്റെ എക്സ്പീരിയൻസ് പറയാം. എക്സ്ട്രീം എരിവെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ എഴുതിയ പോലെ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. അത് ഫുള്ളും കഴിക്കണം. ചെറിയ പീസ് കഴിച്ചാൽ കുഴപ്പമില്ല. ഞാൻ കഴിച്ചില്ലേ അതേപോലെ കഴിക്കും. കഴിഞ്ഞോ? എന്നാ അവര് പറയണ പോലെ ഓക്കെ. അമ്മ കഴിച്ചിട്ടില്ല. അത് മൊത്തമായിട്ട് കഴിക്കും. ഒന്ന് കഴിച്ചാന്ന് എരിവുണ്ടാവില്ല അമ്മ. ഇല്ലല്ലോ? ഉണ്ടോ? മസാല തോണ്ടി കഴിച്ചു നോക്ക്. എരിവുണ്ട് ഇതിന് മസാലയുണ്ട്. ഇപ്പൊ കഴിച്ച് ചിപ്സ് കഴിച്ചു കഴിഞ്ഞു. സംഭവം എരിവുണ്ട്, പക്ഷെ കുറച്ച് നേരത്തിനുള്ളൂ കേട്ടോ. കണ്ട എനിക്കിപ്പോൾ എരിവ് പോയി. ഒരു നല്ല മസാലയെ മേലെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അത് നമ്മള് വായിലിട്ടതുമില്ലേ, രണ്ട് ചെവിയും എനിക്കുണ്ടായ കേട്ടോ. രണ്ട് ചെവി അടഞ്ഞ പോലെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കണ പോലെ ഫീൽ ചെയ്തു. ഇവിടെ ഒക്കെ നീറിലായിരുന്നു. പോണ വഴിയൊക്കെ നീറി. കുറച്ച് നേരത്തിനുള്ളത് 10 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ കഴിച്ചു. ഇവരൊക്കെ ചെറിയ ചെറിയ പീസേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇതാണ് ജോളോ ചിപ്സ് കഴിച്ച് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി. വേറെ എരിവ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, വേറെ ടേസ്റ്റ് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലെ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.